ഹായ് ഓൾ, LDC-LGS ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണ മില്ലുകളുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണ മില്ലുകളുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ ചണം കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം കൊൽക്കത്ത. ഏറ്റവും കൂടുതൽ ചണം കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം കൊൽക്കത്ത. സുവർണനാര് എന്നറിയപ്പെടുന്നത് ചണമാണ്. സുവർണനാര് ചണം. ലോകത്തിൽ ചണം ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഏറ്റവും കൂടുതൽ ചണം കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം കൊൽക്കത്ത. സുവർണനാര് എന്നറിയപ്പെടുന്നത് ചണം. ലോകത്തിലെ ചണം ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. റിപ്പബ്ലിക് ദിനത്തിൽ രൂപം കൊണ്ട ജില്ലയാണ് ഇടുക്കി. ഇടുക്കി ജില്ല സ്ഥാപിതമായ വർഷം 1972 ജനുവരി 26. കേരളത്തിൽ ഏറ്റവും അധികം കുരുമുളക്, തേയില, ഏലം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് ഇടുക്കി. നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. റിപ്പബ്ലിക് ദിനത്തിൽ രൂപം കൊണ്ട ജില്ലയാണ് ഇടുക്കി. ഇടുക്കി ജില്ല സ്ഥാപിതമായ വർഷം 1972 ജനുവരി 26. കേരളത്തിൽ ഏറ്റവും അധികം കുരുമുളക്, തേയില, ഏലം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. കേരളത്തിൻ്റെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭമാണ് വിമോചന സമരം. കേരളത്തിൻ്റെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭമാണ് വിമോചന സമരം. വിവിധ വൈദ്യുത പദ്ധതികൾ. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം. ഇടുക്കി ജില്ലയിലെ മാങ്കുളത്താണ് ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതോൽപാദനം തുടങ്ങിയത്. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി മീൻവല്ലം. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം. കേരളത്തിൽ വൈദ്യുത വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷൻ. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്താണ് ഇടുക്കി ജില്ലയിലെ മാങ്കുളം. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം. കേരളത്തിൽ വൈദ്യുത വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ തിരൂർ കോർപ്പറേഷൻ. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ കണ്ണാടി. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്താണ് പാലക്കാട് ജില്ലയിലെ കണ്ണാടി. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം തിരുവനന്തപുരം. 1929 തിരുവനന്തപുരത്താണ് കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം. കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല പാലക്കാടാണ്. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം 1929. കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല പാലക്കാട്. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ: കല്ലട, കല്ലടയാർ, കൊല്ലം ജില്ല. ശബരിഗിരി പദ്ധതി പമ്പാ നദിയിൽ, പത്തനംതിട്ട. കല്ലട കല്ലടയാറിന് കുറുകെയാണ്, കൊല്ലം ജില്ലയിൽ. ശബരിഗിരി പദ്ധതി പമ്പാ നദിയിൽ, പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി, പെരിയാർ ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിക്ക് കുറുകെയാണ്, ഇടുക്കി ജില്ലയിൽ. ചെങ്കുളം, പള്ളിവാസൽ എന്നിവ മുതിരപ്പുഴയിലാണ്. ഇടുക്കി ജില്ലയിലെ മുതിരപ്പുഴയിലാണ് ചെങ്കുളം, പള്ളിവാസൽ. പന്നിയാർ, പന്നിയാർ നദിക്ക് കുറുകെ, ഇടുക്കി ജില്ല. പന്നിയാർ, പന്നിയാർ നദിക്ക് കുറുകെ, ഇടുക്കി ജില്ല. മാട്ടുപ്പെട്ടി പെരിയാറിലാണ്, ഇടുക്കി ജില്ലയിൽ. മാട്ടുപ്പെട്ടി, പെരിയാർ, ഇടുക്കി. കുത്തുങ്കൽ പന്നിയാർ നദിയിലാണ്, ഇടുക്കി ജില്ലയിൽ. ഇടുക്കി ജില്ലയിലെ പന്നിയാർ നദിയിലാണ് കുത്തുങ്കൽ. ഷോളയാർ, പെരിങ്ങൽകുത്ത് എന്നിവ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പുഴയിലാണ്. ഷോളയാർ, പെരിങ്ങൽകുത്ത് എന്നിവ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പുഴ. കുറ്റ്യാടി കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി പുഴയിൽ. ഇടുക്കി, പെരിയാർ ഇടുക്കി ജില്ല.
ചെങ്കുളം, പള്ളിവാസൽ എന്നിവ ഇടുക്കി ജില്ലയിലെ മുതിരപ്പുഴയിൽ. പന്നിയാർ ഇടുക്കി ജില്ലയിലെ പന്നിയാർ നദിയിൽ. മാട്ടുപ്പെട്ടി ഇടുക്കി ജില്ലയിലെ പെരിയാർ നദിയിൽ. കുത്തുങ്കൽ ഇടുക്കി ജില്ലയിലെ പന്നിയാർ നദിയിൽ. ഷോളയാർ, പെരിങ്ങൽകുത്ത് എന്നിവ തൃശൂർ ജില്ലയിൽ ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്നു. കുറ്റ്യാടി, കുറ്റ്യാടിപ്പുഴ കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല പാലക്കാട്. കേരളത്തിൽ ആദ്യമായി ജലസേചന പദ്ധതി കല്ലട പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതിയാണ് കല്ലട പദ്ധതി. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ്. കേരളത്തിൽ ആദ്യമായി ജലസേചന പദ്ധതി കല്ലട പദ്ധതി. മലയാളത്തിൽ ആദ്യം. മലയാളത്തിലെ ആദ്യത്തെ നോവലാണ് കുന്തലത. അപ്പു നെടുങ്ങാടി രചിച്ച കുന്തലതയാണ് മലയാളത്തിലെ ആദ്യ നോവൽ. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ. ഒ ചന്തുമേനോൻ രചിച്ച ഇന്ദുലേഖയാണ് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. മലയാളത്തിലെ ആദ്യ നോവൽ കുന്തലത, എഴുതിയത് അപ്പു നെടുങ്ങാടി. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ, ഒ ചന്തുമേനോൻ. മലയാളത്തിലെ ആദ്യ ചെറുകഥയാണ് വാസനാവികൃതി. മലയാളത്തിലെ ആദ്യ ചെറുകഥ വാസനാവികൃതി. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ആദ്യ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ. മലയാളത്തിലെ ആദ്യ മഹാകാവ്യം കൃഷ്ണഗാഥ. മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവൽ എന്നറിയപ്പെടുന്നത് ഭാസ്കരമേനോനാണ്. അപ്പൻ തമ്പുരാൻ രചിച്ച ഭാസ്കരമേനോനാണ് മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവൽ അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് നോവൽ എന്നറിയപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിലെ ആദ്യ ചെറുകഥയാണ് വാസനാവികൃതി. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ആദ്യ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ. മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവൽ അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് നോവൽ എന്നറിയപ്പെടുന്നത് ഭാസ്കരമേനോൻ. അപ്പൻ തമ്പുരാൻ രചിച്ച ഭാസ്കരമേനോൻ. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മ. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണ ഗ്രന്ഥം വർത്തമാന പുസ്തകം. മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണ ഗ്രന്ഥമാണ് പാറമേക്കൽ തോമ കത്തനാർ രചിച്ച വർത്തമാന പുസ്തകം. മലയാളത്തിലെ ആദ്യ സാഹിത്യ മാസിക വിദ്യാവിലാസിനി. മലയാളത്തിലെ ആദ്യ സാഹിത്യ മാസികയാണ് വിദ്യാവിലാസിനി. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം രാമചന്ദ്രവിലാസം. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യമാണ് രാമചന്ദ്രവിലാസം. അഴകത്ത് പത്മനാഭക്കുറുപ്പ് രചിച്ചാണ് രാമചന്ദ്രവിലാസം. മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം ഒരു വിലാപം. VC ബാലകൃഷ്ണപ്പണിക്കർ രചിച്ച ഒരു വിലാപമാണ് മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യമായി അറിയപ്പെടുന്നത്. മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളത്തിലെ ആദ്യ ചമ്പുവാണ് ഉണ്ണിയച്ചി ചരിതം. മലയാളത്തിലെ ആദ്യ ചമ്പു ഉണ്ണിയച്ചി ചരിതം. മലയാളത്തിലെ ആദ്യ സാഹിത്യ മാസികയാണ് വിദ്യാവിലാസിനി. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം അഴകത്ത് പത്മനാഭക്കുറുപ്പ് രചിച്ച രാമചന്ദ്രവിലാസം. മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം ഒരു വിലാപം. VC ബാലകൃഷ്ണപ്പണിക്കർ രചിച്ച ഒരു വിലാപം. മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളത്തിലെ ആദ്യ ചമ്പു ഉണ്ണിയച്ചി ചരിതം. മലയാളത്തിലെ ആദ്യ സൈബർ നോവലാണ് നൃത്തം. മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ നൃത്തം. മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവലാണ് ഇതാണെൻ്റെ പേര്. മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവൽ ഇതാണെൻ്റെ പേര്.
മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകമാണ് കെ ദാമോദരൻ രചിച്ച പാട്ടബാക്കി. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം കെ ദാമോദരൻ രചിച്ച പാട്ടബാക്കി. മലയാളത്തിലെ ആദ്യ പാട്ടുകൃതിയാണ് രാമചരിതം. മലയാളത്തിലെ ആദ്യ പാട്ടുകൃതി രാമചരിതം. മലയാളത്തിലെ ആദ്യ തുള്ളൽ കൃതി കല്യാണ സൗഗന്ധികം. മലയാളത്തിലെ ആദ്യ തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം. മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യം വീണപ്പൂവ്. മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യമാണ് വീണപ്പൂവ്. മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ നൃത്തം. മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവലാണ് ഇതാണെന്റെ പേര്. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം കെ ദാമോദരൻ രചിച്ച പാട്ടബാക്കി. മലയാളത്തിലെ ആദ്യ പാട്ടുകൃതിയാണ് രാമചരിതം. മലയാളത്തിലെ ആദ്യ തുള്ളൽ കൃതി കല്യാണ സൗഗന്ധികം. മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യമാണ് വീണപ്പൂവ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷമാണ് 1975. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. പ്രപഞ്ചത്തിന്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി ആര്? യൂറി ഗഗാറിൻ. പ്രപഞ്ചത്തിന്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരിയാണ് യൂറി ഗഗാറിൻ. ഏറ്റവും അധികം തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരമാണ് ബാങ്കോക്ക്. ഏറ്റവും അധികം തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം ബാങ്കോക്ക്. ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലമാണ് റിയോ ഡി ജനീറോ. റിയോ ഡി ജനീറോയിലാണ് ഒന്നാം ഭൗമ ഉച്ചകോടി നടന്നത്. ഏറ്റവും അധികം തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം ബാങ്കോക്ക്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി ദാമോദർ നദീതട പദ്ധതി. പുഴുക്കുത്തേറ്റ് പാകിസ്ഥാൻ ഇങ്ങനെ പറഞ്ഞതാര്? മുഹമ്മദ് അലി ജിന്ന. പുഴുക്കുത്തേറ്റ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് മുഹമ്മദ് അലി ജിന്നയാണ്. ബാക്ടീരിയകൾ കാരണമല്ലാതെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ചിക്കൻ ബോക്സ്. 1961 പ്രഥമ ചേരിചേരാ സമ്മേളനം നടന്ന സ്ഥലം ബെൽഗ്രേഡ്. ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ. ഖജുരാഹോ ക്ഷേത്രങ്ങൾ യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ വർഷം 1986. 1986 ഖജുരാഹോ ക്ഷേത്രങ്ങൾ യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് യൂം. ഏത് സംസ്ഥാനത്താണ് ഈ സ്റ്റേഷൻ? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് സസ്യങ്ങൾ. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് സസ്യങ്ങളാണ്. അരി, ഗോതമ്പ്, കപ്പ, ചേന, ചേമ്പ് എന്നീ ഭക്ഷ്യവിഭവങ്ങൾ അടങ്ങിയിട്ടുള്ള പോഷക ഘടകമാണ് അന്നജം. അരി, ഗോതമ്പ്, കപ്പ, ചേന, ചേമ്പ് എന്നീ ഭക്ഷ്യവിഭവങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകമാണ് അന്നജം. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷമേത്? 1947. 1947 ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത്. ഐസോടോപ്പുകൾ ഉണ്ടാവാൻ കാരണം ന്യൂട്രോണിന്റെ എണ്ണത്തിലുണ്ടാവുന്ന വ്യത്യാസമാണ് ഐസോടോപ്പുകൾ ഉണ്ടാവാനുള്ള കാരണം. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശമാണ് ചിന്നാർ. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ചിന്നാർ. സ്വയംഭരണമില്ലാത്ത പ്രദേശങ്ങളുടെ ഭരണനിർവഹണത്തിനുള്ള ഘടകമാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. സ്വയംഭരണമില്ലാത്ത പ്രദേശങ്ങളുടെ ഭരണനിർവഹണത്തിനുള്ള ഘടകമാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഏത് രോഗികളോട് അനുഭാവം പ്രകടിപ്പിക്കാനുള്ള പ്രതീകമാണ് ചുവന്ന റിബൺ ഉപയോഗിക്കുന്നത്? എയ്ഡ്സ് രോഗികൾക്ക്. നാഗാലാൻഡിന്റെ തലസ്ഥാനം ഏതാണ്? കൊഹിമ. നാഗാലാൻഡിന്റെ തലസ്ഥാനം കൊഹിമ. ജിപ്സം ഏതു ലോഹത്തിന്റെ ധാതുവാണ്? കാൽസ്യം. ജിപ്സം കാൽസ്യം എന്ന ലോഹത്തിന്റെ ധാതുവാണ്. ചരിത്രപ്രസിദ്ധമായ കയ്യൂ സമരം നടന്ന വർഷം 1941. ചരിത്രപ്രസിദ്ധമായ കയ്യൂ സമരം നടന്ന വർഷമാണ് 1941. 1936 നവംബർ 12
ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ചിത്തിര തിരുനാൾ. 1936 നവംബർ 12 ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ചിത്തിര തിരുനാൾ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ദാദാഭായ് നവറോജി. ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തുവാണ് കാൽസ്യം ക്ലോറൈഡ്. ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തു കാൽസ്യം ക്ലോറൈഡ്. നീളം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റുകളിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ യൂണിറ്റ് പാഴ്സക്. നീളം അളക്കുന്നതിൽ ഏറ്റവും വലിയ യൂണിറ്റാണ് പാഴ്സക്. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. വൈദ്യുതകാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പച്ചിരുമ്പാണ്. വൈദ്യുതകാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പച്ചിരുമ്പ്. ഒളിമ്പിക്സിന്റെ ചിഹ്നത്തിലെ 5 വളയങ്ങളിൽ നീലവളയം ഏതു ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? യൂറോപ്പ്. നീലവളയം യൂറോപ്പ്. താഴെ തന്നിരിക്കുന്നവയിൽ കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നത് റയോൺ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ കൃത്രിമ സിൽക്ക് റയോൺ. ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് എക്സിമ? ത്വക്ക്. ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ് എക്സിമ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. ആരുടെ ആത്മകഥയാണ് കുംഭസാരങ്ങൾ? റൂസോ. റൂസോയുടെ ആത്മകഥയാണ് കുംഭസാരങ്ങൾ. തലച്ചോറിനെയും സുഷുമ്നെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്? 42ാം ഭേദഗതി. 1976 42ാം ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി വിളിക്കുന്ന പേര് പ്രാതിനിധ്യ മൂലകങ്ങൾ. ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി പറയുന്നത് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ് റീസാറ്റ് 1. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം റീസാറ്റ് 1. ജയ ജയ കോമള കേരളധരണി ജയ ജയ മാമക പൂജിത ജനനി എന്ന ഗാനം രചിച്ചത് ബോധേശ്വരൻ. ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞനാണ് മോസ്ലി. ബ്രെക്സിറ്റ് എന്ന പദം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിട്ടൻ. ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിന്റെ ജർമ്മനിയിലെ കിരാത രൂപമാണ് നാസിസം. ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിന്റെ ജർമ്മനിയിലെ കിരാത രൂപം നാസിസം. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രിയാണ് ചൗവൻലായ്. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊണ്ട സമഗ്ര വികസന പദ്ധതിയാണ് ആശ്രയ. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊണ്ട സമഗ്ര വികസന പദ്ധതി ആശ്രയ. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിന്റെ പേരാണ് നീതി ആയോഗ്. സുഡാനിലെ നീഗ്രോകളെ നമ്മൾ എന്തു വിളിക്കുന്നു? കാപ്പിരി. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. അഖില സ്ലാവ് പ്രസ്ഥാനത്തിന്റെ വക്താവ് റഷ്യ. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? സെറിബെല്ലം. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? സിലിക്ക. ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് സിലിക്ക. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. സിലിക്ക ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. മലാല ദിനമായി ആചരിക്കുന്നത് എന്ന്? ജൂലൈ 12. ജൂലൈ 12 മലാല ദിനമായി ആചരിക്കുന്നത്. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? മഞ്ഞ. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറമാണ് മഞ്ഞ. ഒരു ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന്റെ ഉദാഹരണം പശ്ചിമഘട്ടം. ഒരു എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് ഉദാഹരണമാണ് പശ്ചിമഘട്ടം. ഒരു മിനിറ്റിൽ വൃക്കയിൽ വെച്ച് എത്ര ഗ്ലോമറുലാർ ഫിൽറ്റ് മൂത്രമായി മാറുന്നു? 1 ml. ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി ആരെ കുറിച്ചുള്ളതാണ്? ദയാബായ്.
ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടിപ്പാത ഏതാണ്? ബോംബെ മുതൽ താനെ വരെ. ബോംബെ മുതൽ താനെ വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടിപ്പാത. വിവരാവകാശ നിയമം പാസാക്കിയ വർഷം 2005. വിവരാവകാശ നിയമം പാസാക്കിയ വർഷമാണ് 2005. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. രാസവസ്തുക്കളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഒറീസ. ഒറീസയിലാണ് ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വൻകര വിസ്ഥാപനം എന്ന ആശയത്തിന് ശാസ്ത്രീയ പരിവേഷം നൽകിയത് ആരാണ്? ആൽഫ്രഡ് വെഗ്നർ. ആൽഫ്രഡ് വെഗ്നറിന്റെ ആശയമാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം. ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റോളിക് പ്രഷർ എത്ര? 120 mmHg. ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റോളിക് പ്രഷറാണ് 120 mmHg. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ആര്? റിപ്പൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ്. ഏത് കടലിനടുത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ബംഗാൾ ഉൾക്കടലിനടുത്ത്. ബംഗാൾ ഉൾക്കടലിനടുത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂർ, കൊച്ചി എന്നിവ ലയിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷം 1949. നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂർ, കൊച്ചി എന്നിവ ലയിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷമാണ് 1949. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ സംസാരിച്ചത് മന്നത്ത് പത്മനാഭൻ. ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ. കാനിസ് ഫെമിലിയാരിസിസ് ഏത് ജീവിയുടെ ശാസ്ത്രീയ നാമമാണ്? നായ. നായയുടെ ശാസ്ത്രീയ നാമമാണ് കാനിസ് ഫെമിലിയാരിസിസ്. ഇതായ് എന്ന രോഗത്തിന് കാരണമായ മൂലകമാണ് കാഡ്മിയം. ഇതായ് എന്ന രോഗത്തിന് കാരണമായ മൂലകം കാഡ്മിയം. ഏത് വർഷമാണ് ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം നിലവിൽ വന്നത്? 2010. 2010 ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം നിലവിൽ വന്നത്. കൗങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരി ഫംഗസ് ആണ്. കൗങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരിയാണ് ഫംഗസ്. ഏതു വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് പന്നിയൂർ 1? കുരുമുളക്. കുരുമുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് പന്നിയൂർ 1.